മറ്റേത് മിമിക്രി കലാകാരനെയും പോലെ കൊച്ചു കൊച്ചു വേഷങ്ങളിലായിരുന്നു സലിംകുമാറിന്റെയും സിനിമയിലെ തുടക്കം. ആരും തിരിച്ചറിയാത്ത, പേരന്വേഷിക്കാത്ത വേഷങ്ങൾ. പിന്നെ മലയാളത്തിലെ സ്വകാര്യ ചാനൽ ടെലിവിഷൻ വിപ്ലവം വന്നപ്പോൾ സ്ക്രീനിൽ ഇടം പിടിച്ച കോമഡി പരിപാടികളിലൂടെ ആ മുഖം പരിചിതമായി തുടങ്ങി. 90കളിൽ അഞ്ചര കല്യാണം, മന്നാടിയാർ പെണ്ണിന് ചെങ്കോട്ടച്ചക്കൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഹാസ്യനടനായി പതിയെ ചുവടുറപ്പിക്കുന്നു. പിന്നീട് അങ്ങോട്ട് കോമഡി സിനിമകളിലെ സ്ഥിരം സാന്നിധ്യം. അങ്ങനെ നടന്ന് 2000-ലെത്തിയപ്പോഴേക്ക് തെങ്കാശിപ്പട്ടണം വരുന്നു. KD & കമ്പനിയിലെ പുതിയ മാനേജറായി എത്തിയ ദിലീപിന്റെ കഥാപാത്രത്തോട് ഈശ്വര ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാൻ എന്ന് സലിംകുമാറിന്റെ കഥാപാത്രം പറയുന്നിടത്ത് തുടങ്ങിയ പൊട്ടിച്ചുരിയാണ്. ചിരിച്ചു കരഞ്ഞാണ് ജനം തിയേറ്റർ വിട്ടത്. പുതിയ മാനേജറെ മുതലാളിക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് പുതുതായി ചവിട്ടുകൊള്ളാൻ വന്നയാളെന്നാണ്. ദിലീപിനും ലാലിനും സുരേഷ് ഗോപിക്കുമൊപ്പം തെങ്കാശിപ്പട്ടണത്തിൽ അഴിഞ്ഞാടിയ സലിംകുമാറിന്റെ മലയാള സിനിമയിലെ സ്ഥാനം അവിടെ ഉറച്ചു. ഒപ്പമുണ്ടായിരുന്ന ദിലീപ് ആ സിനിമയിൽ നിന്നാണ് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് യാത്ര തുടങ്ങിയത്. ഈ പറക്കും തളിക, സുന്ദരപുരുഷൻ, വൺമാൻ ഷോ, സൂത്രധാരൻ തുടങ്ങി 2001-ലെ ഹിറ്റ് ചിത്രങ്ങളിലെല്ലാം സലിംകുമാർ തന്നെ അടയാളപ്പെടുത്തി. പറക്കും തളികയിലെ ശരിക്കും മുതലാളി, സുന്ദരപുരുഷനിലെ കിട്ടിയോ മുതലും പലിശയും ചേർത്തു കിട്ടി, വൺമാൻ ഷോയിലെ ഇനി ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്നീ ഡയലോഗുകൾ മലയാളത്തിലെ സ്ഥിരം തഗ്ഗുകളായി. ആന്ധ്രയിൽ പോയി ഉപജീവനത്തിനായി ട്രാൻസ്ജെൻഡർ വേഷം കിട്ടിയ സൂത്രധാരനിലെ ലീലാകൃഷ്ണനെ എങ്ങനെ മറക്കാൻ? മഴത്തുള്ളിക്കിലുക്കത്തിലെ മായാണ്ടി, കല്യാണരാമനിലെ പ്യാരി, ഗ്രാമഫോണിലെ തബല ഭാസ്കരൻ, CID മൂസയിലെ പേരില്ലാത്ത കഥാപാത്രം, തിളക്കത്തിലെ ഓമനക്കുട്ടൻ, കിള്ളിച്ചുണ്ടൻ മാമ്പഴത്തിലെ ഉസ്മാൻ, പട്ടാളത്തിലെ SI ഗബ്ബാർ കേശവൻ, പുലിവാൽ കല്യാണത്തിലെ മണവാളൻ, ഹരിഹരൻ പിള്ളയിലെ സുന്ദരൻ, ചതിക്കാത്ത ചന്തുവിലെ ഡാൻസ് മാസ്റ്റർ വിക്രം തുടങ്ങി മായാവിയിലെ കണ്ണൻ സ്രാങ്കും 2020-ലെ ഇന്ദുചൂടൻ IPS-ഉം, കഥ പറയുമ്പോളിലെ പൊതുശല്യം കവിദാസ് വടക്കേമുറി വരെ. ഇതിനിടെ അച്ഛനുറങ്ങാത്ത വീടും ആദാമിന്റെ മകൻ അബുവും പോലെയുള്ള അത്ഭുതങ്ങൾ. അച്ഛനുറങ്ങാത്ത വീട്ടിലൂടെ സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ നടനായ സലിംകുമാർ ആദാമിന്റെ മകൻ അബുവിലൂടെ രാജ്യത്തെ ഏറ്റവും മികച്ച നടനായി. ഇതിനിടെ തമിഴ്, ഒഡിയ, ഹിന്ദി, ബംഗാളി ഭാഷകളിൽ ചില ചിത്രങ്ങളിൽ അഭിനയിച്ചു. 3 മലയാള സിനിമകൾ സംവിധാനം ചെയ്തു. കറുത്ത ജൂതൻ എന്ന ചിത്രത്തിന് മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. 300-ലേറെ സിനിമകൾ. അഭിനേതാവും സംവിധായകനും എഴുത്തുകാരനുമായുള്ള അടയാളപ്പെടുത്തലുകൾ. എപ്പോഴും നിറഞ്ഞ ചിരി. വീടിന് ലാഫിംഗ് വില്ല എന്ന് പേരിട്ട സലിംകുമാർ രോഗത്തിന്റെ വേദനയിലും ചിരിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കൊണ്ടിരുന്നു. തന്റെ രാഷ്ട്രീയം മറയില്ലാതെ വിളിച്ചു പറഞ്ഞ സലിംകുമാർ അത് പറയാൻ ആരെയും പേടിച്ചില്ല. കേരളത്തിലെ കലാകാരന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊപ്പം നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം എന്ന പൊതുബോധ നറേറ്റീവിനെ വെല്ലുവിളിച്ച് സലിംകുമാർ കോൺഗ്രസുകാരനായി. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും നേടിയ ബിരുദം മാത്രമായിരുന്നില്ല സലിംകുമാറിനെ രൂപപ്പെടുത്തിയത്. നീണ്ടകാലത്തെ സ്റ്റേജുകളും നിരീക്ഷണവും പഠനവും സൗഹൃദങ്ങളും യുക്തിബോധവും ചേർന്ന സലിംകുമാറിനെയാണ് മലയാളത്തിന് നഷ്ടമായത്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.